2013 ഇറങ്ങിയ ഒരു സൗത്ത് ആഫ്രിക്കൻ മൂവിയാണ് ദ കുംബ. ഇത് ഒരു സീബ്രയുടെ കഥയാണ്. അപ്പോൾ അധികമൊന്നും ഞാൻ പറഞ്ഞിതാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ ഇവിടെ ഒരു കൂട്ടം സീബ്ര കൂട്ടങ്ങളെയാണ് കാണുന്നത്. ഇവർ ഇവിടെ വേലി കെട്ടിയിട്ടാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ഗർഭിണിയായ സീബ്രയാണ്. അവൾ ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ടുണ്ട്. അങ്ങനെ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ഇതാണ് നമ്മുടെ കഥാനായകൻ കുംബ. പക്ഷേ നമ്മുടെ കുംബയ്ക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ള സീബ്രകളെ പോലെ ബാക്കിൽ വരയില്ല. എല്ലാവരും ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാ സീബ്രകളും അവനെ കളിയാക്കുകയാണ്. നമ്മൾ ഇവൻ എന്താണെന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട്, ഇവൻ എന്ത് സീബ്രയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിയുകയാണ്. നമ്മുടെ കുംബ വലുതായിരിക്കുന്നു കുറച്ച്. അവൻ ഈ ചുറ്റുവട്ടവും ഓടിച്ചാടി കളിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ഒരു പുലിയാണ്. ഇവനാണ് ഇതിലെ വില്ലൻ. ഇവൻ്റെ പേരാണ് ഫാങ്കോ. അടുത്ത സീൻ നമ്മളിവിടെ കാണിക്കുന്നത് കുറേ സീബ്രകൾ കൂടി നമ്മുടെ കുംബയെ കളിയാക്കുന്നതാണ്. അവൻക്കിതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു ഗ്രാസ് ഹോപ്പർ നമ്മുടെ കുംബയ്ക്ക് ഒരു മാപ്പ് പോലത്തെ എന്തോ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത് എന്താണ്, എന്തിനേക്കുള്ള മാപ്പാണ്, നമുക്ക് വഴി അറിയാം. ഇവിടെ അടുത്ത സീനിൽ അതേ ഗ്രാസ് ഹോപ്പർ നമ്മുടെ കുംബയ്ക്ക് പുറം ലോകത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കുംബയാണെങ്കിൽ അതിലേക്ക് കൂടി എത്തി നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡാണെങ്കിൽ ഒരു മാൻ. അത് അവനോട് സഹായത്തിന് ചോദിക്കുകയാണ്. അവൻ പറയുകയാണ്, എൻ്റെ കൂട്ടത്തിലുള്ള ഒരു മാനിന് വെള്ളം ആവശ്യമാണ്, നിങ്ങൾ ഞങ്ങളെ അകത്തേക്ക് കയറ്റുമോ എന്നെല്ലാം അവനോട് ചോദിക്കുകയാണ്. അവൻ എന്നിട്ട് പറയുകയാണ്, ഇവിടെ പുറത്തുള്ളവർക്ക് പ്രവേശനമില്ല എന്നെല്ലാം. പക്ഷെ നമ്മുടെ കുംബ ലാസ്റ്റ് അങ്ങനെ സമ്മതിക്കുകയാണ്. അവൻ നല്ലൊരു സീബ്ര ആയതുകൊണ്ട് അവൻ അവർക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അവൻ ഒരു മരക്കഷ്ണത്തിൽ ആഞ്ഞ് തള്ളി അവിടുത്തെ ഇത് തുറക്കുകയാണ്. അങ്ങനെ മാനുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവൻ ആദ്യമായിട്ടാണ് പുറം ലോകം കാണുന്നത്. അവൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് പുറം ലോകം കണ്ടിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഫാങ്കോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനിക്കാണെങ്കിൽ സീബ്രകളുടെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇത്രയും നാൾ ഇതിനായിരുന്നു കാത്തിരുന്നത്. ഇവിടെ ആണെങ്കിൽ മൊത്തം പ്രശ്നമാവുകയാണ്. സീബ്രകളെല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ നിങ്ങളെങ്ങനെയാണ് ഇതിനുള്ളിൽ കയറിയെന്ന് ചോദിക്കുകയാണ് മാനുകളുടെ അടുത്ത്. ഇത് സീബ്രകൾക്ക് മാത്രമുള്ള സ്ഥലമാണെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ മാനുകളെല്ലാം വെള്ളം കിട്ടാണ്ട് തിരിച്ചു പോവുകയാണ്. എല്ലാവരും ഇതിന് കുംബയാണ് കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെ ഫാങ്കോ ആണെങ്കിൽ ഇവിടെ എത്തിയിരുന്നു. അവനാണെങ്കിൽ കുംബയെ മുന്നം വെച്ച് നിൽക്കുകയാണ്. ഫാങ്കോ ആ വഴിയിലേക്ക് ഓടുകയാണ്. പെട്ടെന്ന് അവനൊരു മാനിനെ പിടിക്കുകയാണ്. അപ്പോഴാണ് അവനക്ക് സീബ്രയുടെ മണം കിട്ടുന്നത്. കുംബയാണെങ്കിൽ അവനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. കാരണം കുംബ ഇതുവരെ ഒരു പുലിയെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ മറ്റൊരു സീബ്ര വന്നിട്ട് വേഗം ഫാങ്കോ അതിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ അതടക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും.